അപ്പോൾ പ്രായം കൂടുന്തോറും ഇങ്ങനെയുള്ള മുഴകളൊക്കെ ക്യാൻസറസ് ആകാനുള്ള സാധ്യതകളും കൂടും. പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആളുകൾക്ക് സംശയമാണ്, ഈ തൈറോയ്ഡ് ആരിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ടെസ്റ്റുകളെ പറ്റി തന്നെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. വേറെ ചില ആൾക്കാരുണ്ട്, ഈ തൈറോയിഡിൻ്റെ വലിയ മുഴയായിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷേ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ് ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതും വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പം തൈറോയിഡിന് നമ്മൾ മരുന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ മരുന്നല്ല. തൈറോയ്ഡ് ഗ്ലാൻഡ് മനുഷ്യ ശരീരത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ തൊണ്ടയിൽ ബട്ടർഫ്ലൈ രൂപത്തിലിരിക്കുന്ന ഒരു ഗ്രന്ഥി. അതിൻ്റെ അപാകതകൾ കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും ഈ ചിത്രശലഭത്തെ പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. കാരണം തൈറോയിഡിൻ്റെ അപാകതകൾ കൊണ്ട് പല വിധത്തിലുള്ള ലക്ഷണങ്ങളാണ് ആളുകൾക്ക് അനുഭവപ്പെടുക. അത് ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും അതിൻ്റെ നേരെ എതിർദിശയിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. അപ്പോൾ ശരീരം മുഴുവൻ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഒരു സിംറ്റംസ്, അത് ക്ഷീണമായിട്ടായിരിക്കാം. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിന് നേരെ എതിർവശത്ത് ഭയങ്കര പാൽപിറ്റേഷനും പെടപെടപ്പും, ചിലപ്പോൾ മാനസികമായ പ്രശ്നങ്ങളും, ഈ ഹൈപ്പർ ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ലക്ഷണവും അമിതമായ വിയർപ്പും. എന്നാൽ നേരെ ഹൈപ്പോ തൈറോയിഡിസത്തിലാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ഒരു കോൾഡ് ഇൻടോളറൻസ്, ആകെ മൊത്തം ക്ഷീണം, ആകെ മൊത്തം ഒരു തണുപ്പ്. ഇപ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു അവസ്ഥാവിശേഷം. അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവുക, മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഒട്ടും ഇല്ലാണ്ടാവുക, വണ്ണം കൂടുക ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഭാഗമായിട്ട്. ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ നേരെ തിരിച്ചും, ചിലപ്പോൾ വണ്ണം കുറഞ്ഞു. ഇതൊന്നും 100% ആൾക്കാരിലും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ വണ്ണം കൂടിയിരുന്നിട്ട് ഹൈപ്പർ തൈറോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയ്ഡായിട്ട് ഇരുന്നിട്ട് വണ്ണം കുറഞ്ഞിരിക്കുന്ന, മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊന്നും വളരെ ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ 100% യോജിച്ച് പോകണമെന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആളുകൾക്ക് സംശയമാണ്, ഈ തൈറോയ്ഡ് ആരിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ടെസ്റ്റുകളെ പറ്റി തന്നെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ തൈറോയിഡിൻ്റെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായിട്ടുള്ള TSH, T3, T4, അതുപോലെ ഇതിൻ്റെ ആൻറ്റിബോഡീസ്. ഈ ആൻറ്റിബോഡീസിനെ പറ്റിയൊക്കെ ആൾക്കാർക്ക് ഒത്തിരി കൺഫ്യൂഷനാണ്. പലപ്പോഴും ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന് മരുന്ന് കഴിക്കുന്നവർ അവരുടെ വണ്ണം കുറയുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവർ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കൂടി നിൽക്കും. അപ്പോൾ അന്നേരത്തിനും പിന്നെയും കൺഫ്യൂഷനാണ്, ഇനി വേറെ ഏതെങ്കിലും മരുന്ന് കഴിക്കണോ, അഡീഷണലായിട്ട് വേറെ സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും വേണോ, ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നല്ല. ഇനി വളരെ രസകരമായിട്ടുള്ള അല്ല കൗതുകമുണർത്തുന്ന ചില സിംറ്റംസും ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു ഉമ്മ, പ്രായമായിട്ടുള്ളൊരു ഉമ്മയാണ്. അവർക്ക് തൈറോയിഡിൻ്റെ വളർച്ച, അത് ശ്വാസകോശത്തിനെ കൂടി ഞെരുക്കി കളയുന്ന രീതിയിൽ ആ നെഞ്ചിൻ്റെ ചെസ്റ്റ് വാളിൻ്റെ ഉള്ളിലോട്ട് വളർന്ന് അത് ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും കഫക്കെട്ടും ചുമയുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അതിന് നമ്മൾ റിട്രോസ്റ്റേണൽ ഗോയിറ്റർ എന്നാണ് പറയുക. അതായത് ഉള്ളിലോട്ട് വളർന്ന് അത് വലിയൊരു മുഴയായിട്ട്. ഉമ്മ പ്രായമായ ഒരു ഉമ്മയാണ്. അവർക്ക് അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് തൈറോയിഡിൻ്റെ ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ ക്യാൻസർ ഉള്ളപ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി എന്നാൽ ഉടനെ തന്നെ അതിൻ്റെ സർജറി കൊണ്ടോ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ പൂർണ്ണമായിട്ടും ഭേദമാക്കാവുന്നതാണ്. പക്ഷേ ഇത്രയും പ്രായമായിക്കഴിഞ്ഞ് ഇതുപോലെ ഇത്രയും ഇതായി കഴിയുമ്പോഴത്തേക്കും ഒരു കാർഡിയോതൊറാസിക് സർജറി, ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു സർജറിക്കൊന്നും അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തമായിട്ട് എടുത്തു കളയാനായിട്ട് പറ്റില്ല. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, ഈ തൈറോയിഡിൻ്റെ വലിയ മുഴയായിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷേ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ് ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അതും വലിയ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കാരണം ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുന്നത് നമ്മുടെ മെയിൻ വിൻ ട്യൂബായിട്ടുള്ള ട്രക്കിയുടെ മുകളിലാണ്. അതായത് ശ്വാസം എടുക്കുന്ന ശ്വാസനാളിയെ ഇത് മൊത്തമായിട്ട് കംപ്രസ് ചെയ്ത് ശ്വാസം മുട്ടലും ചിലപ്പോൾ റെസ്പിറേറ്ററി ഫെയിലിയറും തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിബോഡീസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ. ആൻറ്റിബോഡീസ് 3 തരത്തിലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളതായിരിക്കാം. TPO, അതായത് തൈറോക്സിൻ പെറോക്സിഡേസ് ആൻറ്റിബോഡിയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുക. അത് ഹഷിമോട്ടോസ് തൈറോയിഡിറ്റിസ്, ഗ്രേവ്സ് ഡിസീസ് തുടങ്ങിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കണ്ടീഷൻസിലാണ് ഇത് കൂടുതലായിട്ടിരിക്കുക.
ഈ TSH എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്യാൻ വളരെ ഫീസിബിൾ ആയിട്ടുള്ള ലോ കോസ്റ്റിൽ വലിയ പൈസയൊന്നുമില്ല ടെസ്റ്റ് ചെയ്യാവുന്നത്. അത് വെറും വയറ്റിൽ വേണം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ TSH പോയി ടെസ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു നിൽക്കും. കാരണം ഈ ഫുഡ് ചെല്ലുന്നത് TSHനെ അത് സപ്രസ് ചെയ്യാനായിട്ടും ബ്ലഡിൽ അതിൻ്റെ അളവ് കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെടാതെയും ഇരിക്കാം. അതുകൊണ്ട് എപ്പോഴും വെറും വയറ്റിൽ അതിരാവിലെ പോകാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ TSH എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ല. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി. TSH എന്നതിൻ്റെ ഫുൾ ഫോം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അത് നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള ഹൈപ്പോതലാമസിനൊക്കെ അടുത്തിരിക്കുന്ന ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് TSH ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ TSHൻ്റെ അളവ് കൂടി നിൽക്കും. ഇത് രണ്ടും എതിർദിശയിൽ നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുമ്പോൾ തൈറോക്സിൻ്റെ ഹോർമോൺ കുറഞ്ഞു പോകുമ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള TSHൻ്റെ അളവ് കൂടി നിൽക്കും. നേരെ തിരിച്ച് ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൂടുതലായതുകൊണ്ട് തൈറോക്സിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും TSHൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. ഇപ്പോൾ 0.5 മുതൽ 10 വരെയാണ്, 0.5 to 5 ആണ് അതിൻ്റെ നോർമൽ റേഞ്ച് ആയിട്ട് പറയുക. ഈ 5നും 10നും ഇടയിൽ TSH കാണുവാണെങ്കിൽ നമ്മൾ പ്രത്യേക ലക്ഷണമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കേണ്ട എന്നാണ് പറയുക. കാരണം അത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ പലപ്പോഴും ആളുകൾ ഇതിൻ്റെ ഹോർമോൺ ഗുളിക കഴിക്കുമ്പോഴും ഇപ്പം തൈറോയിഡിന് നമ്മൾ മരുന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ മരുന്നല്ല, ഒരു ഹോർമോൺ തന്നെയാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ആൾക്കാർ കഴിക്കുക. അത് രാവിലെ വെറും വയറ്റിലാണ് അത് കഴിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ പ്രശ്നം തന്നെ ഫുഡ് ചെല്ലുമ്പോഴത്തേക്കും ഈ TSHനെ സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഹോർമോണാണ് നമ്മൾ ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് മുഴുവനായിട്ട് എടുത്തു കളഞ്ഞിട്ടുള്ളവർ ലൈഫ് ലോങ് ഈ തൈറോക്സിൻ ഹോർമോൺ പുറമേ നിന്ന് ഗുളിക രൂപത്തിൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി രണ്ടാമത്തെ ഒരു ആൻറ്റിബോഡി ഉണ്ട്, തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി എന്ന് പറയുന്ന വേറൊരു രീതിയിൽ. ഇതെല്ലാം ഇച്ചിരി കോസ്റ്റ്ലി ടെസ്റ്റ് ആയതുകൊണ്ട് അതിനൊക്കെ ഒരു 800 രൂപയോ അതിന് മുകളിലോ ഒക്കെ ടെസ്റ്റ്, അത് ഓരോ ആൻറ്റിബോഡിയും ടെസ്റ്റ് ചെയ്യാനായിട്ട് ആയേക്കാം. ഈ തൈറോഗ്ലോബിൻ ആൻറ്റിബോഡീസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ക്യാൻസർ ആണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് സംശയം തോന്നി ഭയചകിതരാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ റിമൂവലിന് ശേഷം, സർജറിക്ക് ശേഷം മാത്രമേ, അതായത് ഒരു ക്യാൻസർ വന്നു അതുകൊണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞു, അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി മാത്രമേ നമ്മൾ ഈ തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ചെക്ക് ചെയ്യാറുള്ളൂ. അത് നമ്മൾ വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് കൂടുതലാണെന്നൊക്കെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ TPO തന്നെ നമുക്ക് ഹഷിമോട്ടോസിലും ഗ്രേവ്സിലുമാണ് അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക കണ്ടീഷനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം എന്ന് പറയുന്നതിന് നല്ലൊരു ഉദാഹരണമാണ്. SLE, ജോഗ്രൻ സിൻഡ്രോം, ആംഗലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, പലതരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ്, ഇതിലെല്ലാം ഈ പ്രശ്നങ്ങൾ ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ TPO, അതായത് തൈറോയിഡിനെതിരെയുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുണ്ട്, രക്തത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് നോക്കിയെന്നാലും എന്തെല്ലാം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എന്തെല്ലാം ഡയറ്റ് നോക്കിയിട്ടും ഈ TPO ലെവല് ചിലപ്പോൾ കൂടി തന്നെ ഇരിക്കും. അത് ഒരു 15-20% നോർമൽ ആൾക്കാരിലും ചിലപ്പോൾ അത് കൂടിയിരിക്കും എന്ന് കരുതി നമ്മളതിന് കൂടുതൽ മരുന്ന് കഴിക്കുകയോ കൂടുതൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോവുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മുടെ TSH, T3, T4 ലെവൽസ് നോർമലാണ് എന്ന് ഉറപ്പുവരുത്തുക. തൈറോയ്ഡ് ഗ്ലാൻഡിൽ വേറെ മുഴകളോ മൾട്ടി നോഡ്യൂൾസോ ഒക്കെ ഉണ്ട്, അത് ക്യാൻസറസ് രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിമൂവലായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ മുഴകളെക്കുറിച്ച് ഇപ്പം 5% മുഴകൾ മാത്രമേ ഇത് ക്യാൻസറസ് ആകാനുള്ള സാധ്യതയുള്ളൂ. അത് മിക്കവാറും പ്രായമായ ആൾക്കാർക്ക്, നേരത്തെ പറഞ്ഞ ഉമ്മയ്ക്ക് 75 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ അങ്ങനെ സംശയം തോന്നുമ്പോൾ ഡോക്ടർ നിങ്ങളോട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ, തൈറോയിഡിൻ്റെ ഇവിടെ, അതൊട്ടും വേദന ഉണ്ടാക്കുന്ന ടെസ്റ്റൊന്നുമല്ല, ഒരു പ്രോബ് വെച്ചിട്ട് അൾട്രാസൗണ്ട് എനർജി വെച്ചിട്ട് ചെയ്യുന്ന സ്കാനാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒത്തിരി മുഴകളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞേക്കും.
അതിന് FNAC എന്നാണ് പറയുക, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. അതായത് ഒരു ചെറിയ സൂചി നന്നായിട്ട് മരപ്പിച്ചിട്ട് ഒരു തരത്തിലും വേദന എടുക്കാത്ത രീതിയിലേ ചെയ്യത്തുള്ളൂ. അത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെയേ ഉള്ളൂ. ഒറ്റ കുത്തും എടുക്കും, എന്നിട്ട് അതെടുക്കും. അത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത് കറക്റ്റ് ആ മുഴയിലേക്ക്. അപ്പോൾ ആ നീഡിലിൻ്റെ ഉള്ളിൽ കുറച്ച് ആ ല്യൂമനിൽ കുറച്ച് സെൽസ് നമുക്ക് കിട്ടും ഈ മുഴയിൽ നിന്നുള്ള. ആ സെൽസ് നമ്മൾ മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത് പത്തോളജിസ്റ്റാണ് ഇത് ക്യാൻസറസ് ആണോ കുഴപ്പമില്ലാത്തതാണോ എന്നുള്ളത് കൃത്യമായിട്ട് നിർണ്ണയിക്കുക. അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ നോക്കി എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞിട്ട് വലിയ മുഴയുമായിട്ട് കൊണ്ടു നടക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ USG ഗൈഡഡ് FNAC ചെയ്ത് നോക്കുക. അല്ല, ഈ വലിയ മുഴയാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഈ സൈസ് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസറസ് അല്ലെങ്കിലും ചിലപ്പോൾ ഡോക്ടർ അത് എടുത്തു കളയാനായിട്ട് നിർദ്ദേശിച്ചേക്കും. കാരണം ഇതിങ്ങനെ വലുതായിട്ടിരിക്കുന്നത് തന്നെ അത് ചിലപ്പോൾ ചെസ്റ്റ് വോളിൻ്റെ ഉള്ളിലോട്ട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ശ്വാസകോശത്തെ കംപ്രസ് ചെയ്യുന്ന വേറെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ചിലവേറിയ ടെസ്റ്റുകളൊന്നുമല്ല. ഇപ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിന് ഒരു 700-800 രൂപ മാക്സിമം ആവത്തേ ഉള്ളൂ. നമ്മൾ ഈ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വില കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് മാത്രം അതിന് മുൻപോട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയുള്ള മുഴകളാണ് ക്യാൻസർ ആവുന്നത് എന്നുള്ളത് നോക്കാം. അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനായിട്ടും പല ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. അമ്മയ്ക്കോ പ്രായമായ വീട്ടിലുള്ള ആൾക്കാർക്കോ ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ക്യാൻസറസ് ആകാനുള്ള സാധ്യത, ഇപ്പോൾ പുരുഷന്മാരിൽ ഇങ്ങനെ ഒരു മുഴ കണ്ടെത്തി എന്നാൽ അത് ക്യാൻസർ ആണോ എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ സംശയിക്കാറുണ്ട്. കാരണം പുരുഷന്മാരിൽ ഇങ്ങനെയുള്ള മുഴകൾ അത്ര സാധാരണമല്ല. സ്ത്രീകളിലാണല്ലോ കൂടുതലും ഈ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറ്. പിന്നെ ഡോക്ടറിൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ അതിൻ്റെ സൂചനകൾ കിട്ടും. പലപ്പോഴും നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ മുഴയ്ക്ക് കൂടുതലായിട്ടുള്ള അസാധാരണമായ കട്ടി ഫീൽ ചെയ്യും. ഇപ്പോൾ സാധാരണ ഉള്ള സ്വെല്ലിങ്ങിനുള്ള ഒരു സ്മൂത്ത് നേച്ചറോ ഒന്നും ആയിരിക്കത്തില്ല ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്തിന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പരിശോധനകളും യഥാസമയം ചെയ്ത് അതിനുള്ള മരുന്നുകൾ കൃത്യമായിട്ട് മൊബൈൽ അലാം വെച്ചാണെന്നുണ്ടെങ്കിലും കഴിച്ചു കൊള്ളുവാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ അപ് ടു 10 വരെ TSH പോയെന്നാൽ പോലും നമ്മൾ അതിന് മരുന്ന് കഴിക്കാനായിട്ട് പറയാറില്ല. പിന്നെ ഇതിന് മരുന്നുകൾ ഇപ്പം ഈ വലിയ മുഴയായിട്ട് നടക്കുന്നവർ അലോപ്പതി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കാൻ മടിയാണെന്ന് പറഞ്ഞിട്ട് ആയുർവേദം ഹോമിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മരുന്നല്ല, ഹോർമോണാണ്. ഇപ്പോൾ ആ ഹോർമോൺ എടുക്കാതെ തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആയുർവേദം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ജീവിതചര്യയാണ്. നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലാക്കാൻ മാത്രമല്ല ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം നമ്മുടെ പാരമ്പര്യമാണ് ആയുർവേദം. അപ്പോൾ ആയുർവേദത്തിലും പ്രകൃതി ജീവിതത്തിലുമൊക്കെ നമ്മുടെ ജീവിതചര്യയെ ക്രമപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ അസുഖം വന്നു പോയെന്നാൽ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും ചെയ്ത് നമ്മളിപ്പം അലോപ്പതി ആണെന്ന് കണ്ട് അതിനെ പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ എടുക്കുക തന്നെ വേണം എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഇതിനോടൊപ്പം ലൈഫ് സ്റ്റൈലും ഡയറ്റും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. നമുക്ക് വെയിറ്റ് ഒത്തിരി കൂടി പോകുന്നത് അതാണ് വേറൊരു കാര്യം. ഹൈപ്പോതൈറോയിഡിസത്തിൽ ആൾക്കാർ വിചാരിക്കുന്നത് അവർക്ക് 10-15 കിലോ എക്സസ് വെയിറ്റ് ഉണ്ട് അവരുടെ BMI വെച്ച് നോക്കുമ്പോൾ. അതിൽ ഒരു 2-3 കിലോ മാത്രമേ ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ താളക്രമം കൊണ്ടുവരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം പലപ്പോഴും വലിയ ഒബീസിറ്റി ഉള്ള ആൾക്കാർ ഞാൻ തൈറോയിഡിന് മരുന്ന് കഴിച്ചിട്ട് എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പരാതി. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-3 കിലോയെ ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം നേരെയാക്കിയെന്നാലും കുറയത്തുള്ളൂ. ബാക്കി നമ്മൾ ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലും എക്സസൈസിലും ക്രമീകരിച്ച് തന്നെ അത് കുറച്ചുകൊണ്ട് വരണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് റിപ്പീറ്റായിട്ട് നോക്കിയെന്നാലും ഇങ്ങനെയുള്ള ആൾക്കാരിൽ അത് കൂടി തന്നെ ഇരുന്നേക്കാം. അത് കണ്ട് ഭയചകിതരാവേണ്ട ആവശ്യമില്ല. എൻ്റെ അസുഖം ഭേദമായില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട. നമ്മുടെ സിംറ്റംസ് എല്ലാം ഓക്കെ ആയോ എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. അതുപോലെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും TSH സപ്രസ്ഡ് ആവുമെന്ന് പറഞ്ഞു. മോർ ദാൻ 10 TSH ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും അത് മിക്സോഡെമ, കോമ പോലെയുള്ള ഭയങ്കര ഒരു സിവിയർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന അവസ്ഥകൾ വരെ വന്നേക്കാം. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡാമേജുകൾ സമ്മാനിച്ചിട്ട് പോയേക്കാം.
പലർക്കും കണ്ണുകളൊക്കെ തുറിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ അപാകതകൾ മൂലം. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് നോർമലാണെന്ന് കരുതി വലിയ മുഴയായിട്ട് ഇങ്ങനെ നമ്മൾ നടക്കാൻ പാടില്ല എന്നുള്ളതും പ്രത്യേകം ഓർക്കുക. കാരണം അത് പിന്നീട് ഇപ്പം ക്യാൻസർ അല്ലെങ്കിൽ പോലും പിന്നീട് അത് ക്യാൻസറസായി മാറി നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. നമുക്ക് പ്രായം മുമ്പോട്ടാണ് പോകുന്നത്. അപ്പോൾ പ്രായം കൂടുന്തോറും ഇങ്ങനെയുള്ള മുഴകളൊക്കെ ക്യാൻസറസ് ആകാനുള്ള സാധ്യതകളും കൂടും. കാരണം ഇങ്ങനെയുള്ള ഈ മലിഗ്നൻസി അല്ലെങ്കിൽ നിയോപ്ലാസം എന്നാണ് നമ്മളതിന് മെഡിക്കൽ ടേം ആയിട്ട് പറയുക. നിയോപ്ലാസം എന്ന് പറയുന്നത് ചില സെൽസിന് ഭ്രാന്ത് പിടിച്ച് അത് അനിയന്ത്രിതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഈ അശ്രദ്ധ കൊണ്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈ സെൽസിന് ഭ്രാന്ത് പിടിച്ച് പെറ്റ് പെരുകാനായിട്ടുള്ളൊരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കരുത് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് മുള്ളുകൊണ്ട് എടുക്കാവുന്നത് അവസാനം തൂമ്പ് കൊണ്ട് എടുത്തെന്നാലും മാറില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകാതെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 956771007373 എന്ന നമ്പറിലേക്ക് 10073 എന്ന നമ്പറിൽ അത്യാവശ്യം അർജൻറ്റ് കൺസൾട്ടേഷൻ വേണമെങ്കിൽ കോൾ ചെയ്യാവുന്നതുമാണ്. എവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. നന്ദി.